Hello, welcome back to Homegrown recipes. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഓരോ സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. എത്രയോ ഈസിയിൽ അതുപോലെ തന്നെ വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം. പക്ഷേ ഫ്രീസിങ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് ഒരു 5 hours ആവശ്യമുണ്ട്. അതുപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ഓറിയോ ബാർ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഇത് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഏകദേശം ഒരു 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ 1 കപ്പ് പാലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും. പിന്നെ സ്റ്റിക്സ് ആവശ്യമുണ്ട്, അതിലേക്ക് കുത്താൻ വേണ്ടി സ്റ്റിക്സ് ആവശ്യമുണ്ട്. അപ്പം ഞങ്ങൾക്ക് നോർമൽ സ്റ്റിക്സ് കിട്ടാത്തതുകൊണ്ട് ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് എനിക്ക് അപ്പോൾ നോർമൽ ക്യാൻഡി സ്റ്റിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തത്. അതൊന്നും പ്രശ്നമില്ല, നമ്മൾക്ക് കുത്താൻ വേണ്ടി ഏതെങ്കിലും ഒരു സ്റ്റിക്ക് കിട്ടിയാൽ മതി. പിന്നെ ഞാനിവിടെ ഏകദേശം 5 ചെറിയ പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം 1 കപ്പ് മിൽക്കിലേക്ക് 3 ടീസ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗസ്സിൽ 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് 5 പാക്കറ്റ് ബിസ്ക്കറ്റിനായിട്ട്. അഥവാ ഇത് തികയാതായെങ്കിൽ നമ്മൾക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും പാലെടുക്കാം, പിന്നെ മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായി കലക്കി കൊടുത്താൽ മതി. ഇനി നമ്മളൊരു മുട്ടയോ എന്തെങ്കിലും ഒരു ഹാർഡ് ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിനൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം നന്നായി ക്രഷ് ചെയ്തെടുക്കണം. ക്രഷ് ആവണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുന്നത്ര ക്രഷ് ആവാനുണ്ട്. അപ്പം നമ്മുടെ ഓറിയോ ബിസ്ക്കറ്റ് നന്നായി ക്രഷ് ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു സീസർ വെച്ച് ബിസ്ക്കറ്റ് പാക്കറ്റ് ഒന്ന് തുറന്ന് നമ്മൾ ഇതിലേക്ക് പാലൊഴിക്കാം. അപ്പോൾ നമ്മൾ ഈ പൊട്ടിച്ച ബിസ്ക്കറ്റ് ഗ്ലാസ്സിൽ വെച്ച് ഇട്ടാൽ ഇത് കൂടുതൽ നന്നായിരിക്കും. പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ മൊത്തത്തിലായി എത്തുന്ന രീതിയിൽ വേണം ഒഴിക്കാൻ. പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റിക്കിനെ കുത്തിവെക്കാം. പാൽ എനിക്ക് മുഴുവനായി തേയാത്ത പോലെ ഉണ്ടായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ച് പാൽ ഒഴിച്ചു. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റാണ്. സിമ്പിളായിട്ടുള്ള ഒരു ഓറിയോ സ്പെഷ്യലാണ്. ഇനി നമ്മളിത് ഗ്ലാസ്സോടെ തന്നെ ഒരു 5-6 മണിക്കൂർ ഫ്രീസറിൽ വെക്കാം. ഇതിപ്പോൾ നന്നായി ഫ്രീസ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓപ്പൺ ചെയ്ത് സെർവ് ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണ് അമർത്താൻ മറക്കരുത്. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അടിക്കുവാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ഓറിയോ സ്പെഷ്യൽ വളരെ ടേസ്റ്റിയാണ്. തിന്നാൻ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ നമ്മൾ വീണ്ടും കാണാം പുതിയൊരു റെസിപ്പിയുമായി. താങ്ക് യു.